Hi friends, welcome back to YouTube Tech Talk by Fazal. Guys, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ട്രൈപോഡിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. ഞാനൊരു വീഡിയോ ചെയ്യാൻ കാരണം ഇതൊരു ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു ട്രൈപോഡാണ്. അപ്പോൾ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉള്ള നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ട്രൈപോഡാണ് എന്നൊക്കെയാണ് കമ്പനി പറയുന്നത്. നമ്മളിന്ന് അൺബോക്സ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പുറത്ത് നല്ല മഴയുണ്ട്, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നല്ല നോയ്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാം. പ്രത്യേകിച്ച് ഈ വീഡിയോ ന്യൂ ക്രിയേറ്റേഴ്സിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. പരമാവധി അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അദർ വീഡിയോ. അപ്പോൾ നമ്മുടെ സിംബക്സിൻ്റെ ട്രൈപോഡ് ഇങ്ങനെ ഒരു ബോക്സിലാണ് വന്നിട്ടുള്ളത്. ബോക്സിൻ്റെ പുറത്തുള്ള പിക്ചേഴ്സ് കണ്ടിട്ട് നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതിനോടൊപ്പം നമ്മളൊരു ചെറിയൊരു ഗ്രീൻ സ്ക്രീൻ കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇതിന് ഏകദേശം ആമസോണിൽ റേറ്റ് വരുന്നത് 600 സംതിങ് ആണ് റേറ്റ് വരുന്നത്. സൈസ് വരുന്നത് 8x12 ആണ്. 8x12 ഫീറ്റാണ് ഇത് വരുന്നത്. നമുക്ക് പോർട്ടബിൾ ആയിട്ടുള്ളൊരു ബാഗിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ബാഗിൽ നിന്ന് പ്രൊഡക്റ്റ് നമ്മളൊന്ന് അൺബോക്സിങ് ചെയ്യാണ്. ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിലൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്കൊരു ഫോൺ ഹോൾഡർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു എക്സ്ട്രാ ഫോൺ ഹോൾഡർ അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ഫോൺ ഹോൾഡർ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ കവറും കൂടെ ഊരിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇതിനൊരു റബ്ബർ സ്റ്റോപ്പർ കൊടുത്തിട്ടുണ്ട്. ക്യാമറ വെയിറ്റുള്ള ക്യാമറ വയ്ക്കുന്ന സമയത്ത് തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, ട്രൈപോഡ് തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റബ്ബർ സ്റ്റോപ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല വെയിറ്റുള്ള ക്യാമറ വെക്കുന്ന സമയത്ത് ലെവലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടൊരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റോണോ കാര്യങ്ങളോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ചില സമയത്ത് നല്ല വെയിറ്റുള്ള ക്യാമറ ഒക്കെ ആണെങ്കിൽ ചിലപ്പം ട്രൈപോഡുകൾ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുള്ളൊരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്, ഒരു സ്റ്റോൺ ഹോൾഡർ. പിന്നെ ട്രൈപോഡിൻ്റെ മുകളിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു ഹാൻഡ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാനൊക്കെ ഈസി ആയിട്ട് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പോർട്ടബിൾ ആയിട്ടുള്ളൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രൈപോഡിൻ്റെ ലെഗിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു മാറ്റ് ഫിനിഷ് റെഡ് കളറാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സിംബക്സിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മുകളിൽ നോക്കുകയാണെങ്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ലോഡിങ് അൺലോഡിങ് ഓപ്ഷനായിട്ടുള്ള രീതിയിൽ ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രൈപോഡിൻ്റെ ആംഗിൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മുടെ ക്യാമറയ്ക്ക് ലെവലായി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പിരിറ്റ് ലെവൽ കൊടുത്തിട്ടുണ്ട്. അത് നോർമലി എല്ലാ ട്രൈപോഡുകളിലും കാണുന്നതാണ്. അതുപോലെ ഇതിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ക്യാമറ അല്ലെങ്കിൽ ഫോണൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഹോൾഡറിന് താഴെയായിട്ടുള്ള വന്ന ഈ പാനൽ നമുക്ക് പോർട്ടബിൾ ആണ്. ഈ ലോക്ക് ഫ്രീ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാനും അതുപോലെ ഫിക്സ് ചെയ്യാനും പറ്റും. ഈ സ്ക്രൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ ഹോൾഡർ നമുക്ക് വെർട്ടിക്കലായിട്ടും ഹോറിസോണ്ടലായിട്ടും നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. ഈ ഫോൺ ഹോൾഡർ രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ചിരിച്ചിട്ടും വെക്കാം, കുത്തനെയായിട്ട് നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു ട്രൈപോഡാണ്. ഇതിന് ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഞാൻ സ്ക്രൂകൾ വെച്ചാണ്ട് ഒട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യൽ. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ലെഗ് ഇതുപോലെ ഇത് വിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ളിലേക്ക് കയറ്റിയിട്ട് ഞാൻ ജാം ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ വീഡിയോയിൽ നല്ല നോയ്സ് ഉണ്ടാവും, കാരണം ഞാൻ വീടിന് സെറ്റ് ഔട്ടിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പുറത്ത് ചെറിയ രീതിയിൽ മഴയും നല്ല കാറ്റും ഉണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള നല്ല നോയ്സുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുതിയ ട്രൈപോഡിലാണ്, സിംബക്സിൻ്റെ പുതിയ ട്രൈപോഡിലാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ട്രൈപോഡിൻ്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് 535 mm ആണ്.
ഏകദേശം എൻ്റെ ഹൈറ്റിൽ തന്നെ ഉണ്ട്. അത്യാവശ്യം എൻ്റെ ഹൈറ്റിൽ തന്നെ പറയാം, ആ രീതിയിലുള്ള ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഏത് രീതിയിലുള്ള ഹൈറ്റിൽ വെച്ചിട്ടും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല ഇവിടെ ഈ പാനൽ പോർട്ടബിൾ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫോണോ ക്യാമറ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എടുക്കാനും പറ്റും. പിന്നെ നല്ലൊരു ഓപ്ഷനായിട്ട് കാണുന്നത് ഈ ഡൗൺ ആൻഡ് അപ്പ് ഉള്ളൊരു ഓപ്ഷനാണ്. നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ വളരെ യൂസാണത്. അപ്പോൾ ഇതൊന്നും ഒരു ലോ ബഡ്ജറ്റായുള്ള നോർമൽ ട്രൈപോഡുകളിൽ വരാറ് കുറവാണ്. അപ്പോൾ ഇതെല്ലാം അടങ്ങിയിട്ടുള്ളൊരു ട്രൈപോഡാണിത്. നിങ്ങൾക്കിതിൻ്റെ ഇത് കണ്ടാൽ മനസ്സിലാവും എത്ര ഹൈറ്റ് ഇത് ഉണ്ട് എന്നുള്ളത് ഏകദേശം. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ട്രൈപോഡ് തന്നെയാണ് ഇത്, വാങ്ങുകയാണെങ്കിൽ നല്ലൊരു ട്രൈപോഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി ചെക്ക് ചെയ്ത് നോക്കാനായിട്ടുള്ളത് ട്രൈപോഡിൻ്റെ കൂടെ വാങ്ങിയിട്ടുള്ള ഗ്രീൻ സ്ക്രീനാണ്. അപ്പോൾ ഇത് നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഗ്രീൻ സ്ക്രീന് ഏകദേശം 3 മീറ്റർ ലെങ്ത്തും ഏകദേശം 2 മീറ്റർ വീതിയും ഉണ്ടെന്ന് തോന്നുന്നത്. എനിക്ക് 2 പീസാക്കിയിട്ട് മടക്കിയിട്ട് വെക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്, അത്രയും നീളമുണ്ട്. ഇതിന് ആമസോണിൽ പ്രൈസ് വരുന്നത് 900 സംതിങ് ആണ്. ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സമയത്ത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ റേറ്റ് കൂടിയിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല, ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. എന്തായാലും ഇതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. 1000 രൂപയ്ക്ക് താഴെ ഒരു ബെസ്റ്റ് ട്രൈപോഡ് തന്നെയാണിത്. കാരണം ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ട്രൈപോഡാണ്. ഏറ്റവും നല്ലൊരു ബെസ്റ്റായിട്ടുള്ള ട്രൈപോഡ് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന 2 ട്രൈപോഡുകളും നല്ല ക്വാളിറ്റി ഉള്ള ബെസ്റ്റ് ട്രൈപോഡുകളാണ്. ഈ ട്രൈപോഡിനേക്കാളും കുറച്ചും കൂടെ ലോ ബഡ്ജറ്റാണ് ഈ 2 ട്രൈപോഡുകൾ വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ട്രൈപോഡുകൾ തന്നെയാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല ഒരു റിവ്യൂസാണ് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന 2 ട്രൈപോഡുകളാണിത്. ഇതിനേക്കാളും റേറ്റ് കുറഞ്ഞിട്ടുള്ള ട്രൈപോഡുകളാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്തിട്ടുള്ള ട്രൈപോഡിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഗ്രീൻ സ്ക്രീനിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ പുതിയ പുതിയ ടെക് വീഡിയോസൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്ത് കാണുന്ന ബെല്ലേക്ക് ഒന്ന് എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ വരുത്തുക. സോ ഗൈസ്, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.